എല്ലാവർക്കും നമസ്കാരം. പോഷൻ മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പുതിയൊരു ഗൈഡ് ലൈൻ വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കൃത്യമായി ആ ഗൈഡ് ലൈൻ എന്തൊക്കെ വിവരങ്ങളാണ് അറിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് അങ്കണവാടി സേവനങ്ങൾ മുടക്കം കൂടാതെ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കാൻ കഴിയുകയുള്ളൂ. ആയതിൻ്റെ വിശദീകരിച്ച് മലയാളത്തിൽ വളരെ ലളിതമായി കൃത്യമായി ഓരോ സെഷനുകളായി തന്നെ പോഷകഭാഷ എന്ന ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ആ സെഷൻ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ട് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായിട്ടും THR സ്വീകരിക്കുന്ന അല്ലെങ്കിൽ HSM സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ പറ്റിയുള്ള ഒരു പുതിയ ഗൈഡ് ലൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് 16 ദിവസമെങ്കിലും കുട്ടികളുടെ ഹാജർ നില രേഖപ്പെടുത്തിയവർക്ക് മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ HSM മുടക്കം കൂടാതെ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഓൾറെഡി ഒരു സെഷനിൽ നമ്മൾ വിവരിച്ചതാണ്. എന്നാൽ ആ 16 ദിവസം നമുക്ക് എങ്ങനെയാണ് ഉറപ്പാക്കേണ്ടത്, പോഷൻ ട്രാക്കറിലൂടെ ഈ വിവരങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തണം, അതിൽ വന്ന തെറ്റുകൾ എങ്ങനെയാണ്, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ് വിശദീകരിച്ച് തന്നെ നമ്മൾ ഈ സെഷനിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ സെഷൻ അവസാനം വരെ കാണണം, കൃത്യമായി മനസ്സിലാക്കണം. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഒരു ദിവസം തെറ്റിയാൽ പോലും ആ കുട്ടിക്ക് ഇനി വരുന്ന 3 മാസങ്ങളിൽ ഈ പറയുന്ന സേവനങ്ങൾ മുടങ്ങാൻ, പ്രത്യേകിച്ച് HCM മോർണിംഗ് സ്നാക്സ് മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് അറിയുക. ആദ്യം നമ്മൾ ഡെയിലി ട്രാക്കിംഗ് പേജ് ഓപ്പൺ ചെയ്തിട്ടാണല്ലോ കുട്ടികളുടെ ഹാജർ നില രേഖപ്പെടുത്തുക. അതേ പേജിൽ നിന്നാണല്ലോ കുട്ടികളെ HCM മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു അംഗൻവാടിയിലെ ഡെയിലി ട്രാക്കിംഗ് ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റൻഡൻസ് എന്ന് കാണുന്ന ഭാഗത്ത് 16 എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തൊട്ട് താഴെ മോർണിംഗ് സ്നാക്സ് എന്ന് കാണുന്ന ഭാഗത്ത് വെറും 5 മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്താണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? നമ്മൾക്ക് ആകെ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 to 6 കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികൾ എന്ന് പറയുന്നത് ആകെ 16 പേരേ ഉള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ അറ്റൻഡൻസ് പേജിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മുഴുവൻ കുട്ടികളുടെയും അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇപ്രകാരം മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ബാൻഡ് അല്ല, അല്ലെങ്കിൽ അവിടെ ഒരു റെഡ് മാർക്കും ഇല്ല. അവിടെ നിങ്ങൾക്ക് കൃത്യമായി 16 പേരെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ തൊട്ട് താഴെ നോക്കുക, മോർണിംഗ് സ്നാക്സ് എന്ന് കാണുന്ന ഭാഗത്ത് വെറും 5 മാത്രമാണ് കാണുന്നത്. ഈ 5-നർത്ഥം ഈ പറയുന്ന 16 കുട്ടികളിൽ 5 കുട്ടികൾക്ക് മാത്രമേ HCM കൊടുക്കാൻ കഴിയുകയുള്ളൂ, അവർക്കുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 5 എന്ന് മാത്രം നമുക്ക് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 5 വന്നത്? അത് നമ്മളറിയാതെ വന്ന 5 അല്ല. ഈ പറയുന്ന 5ഉം നമ്മൾ തന്നെ പോഷൻ ട്രാക്കറിലേക്ക് സെറ്റ് ചെയ്തെടുത്തതാണ്. ആകെ 16 കുട്ടികളിൽ 5 കുട്ടികൾ മാത്രമേ പ്രീ സ്കൂൾ സേവനം സ്വീകരിക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ ഞാൻ HCM കൊടുക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ ഞാൻ മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ടീച്ചർ തന്നെ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായി മനസ്സിലാക്കുക, ഇത്തരത്തിൽ 5 എന്നുള്ള ഡിജിറ്റ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, 16 കുട്ടികൾ പ്രീ സ്കൂൾ കുട്ടികളുണ്ടെങ്കിലും 16 കുട്ടികൾ 3 to 6 കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും 5 കുട്ടികൾക്ക് മാത്രമേ മോർണിംഗ് സ്നാക്സ് കൊടുക്കാനുള്ള നിർവാഹമുള്ളൂ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് മാത്രമേ HCM സ്വീകരിക്കേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി എവിടെ മാർക്ക് ചെയ്തു? ഓരോ കുട്ടിയുടെയും കൃത്യമായി അറിയുക, ഓരോ കുട്ടിയുടെയും പ്രൊഫൈൽ കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് THR HCM ഓപ്റ്റ് എന്ന് കാണുന്ന അവിടെ S എന്ന് കാണും, നോ എന്ന് കാണുന്ന അവിടെയൊക്കെ നമുക്ക് എന്താവും? ഈ ഡെയിലി ട്രാക്കിംഗ് പേജ് ജസ്റ്റ് ഒന്ന് മോർണിംഗ് സ്നാക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓപ്റ്റഡ് ഔട്ട് ഫോർ SNP എന്ന റെഡ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഈ കുട്ടികൾക്കൊന്നും തന്നെ HCM വേണ്ട, ഈ കുട്ടികൾക്കൊന്നും തന്നെ മോർണിംഗ് സ്നാക്സ് വേണ്ട എന്നുള്ളത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. അത് നമ്മൾ പ്രൊഫൈൽ കാർഡിലൂടെയാണ് സെറ്റ് ചെയ്തത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ റെഡ് മാർക്ക് വന്നു. ഈ കുട്ടികൾക്കൊക്കെ പക്ഷേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്കറിയാം, പോഷൻ ട്രാക്കർ എന്നത് കേരളത്തിലോ നമ്മൾക്കോ വേണ്ടി മാത്രമുള്ളതല്ല, മറ്റ് സംസ്ഥാനങ്ങൾ പല രീതിയിലാണ് ഈ പറയുന്ന കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം മൈൻഡ് ചെയ്യേണ്ട, അതായത് ഓപ്റ്റഡ് ഔട്ട് ഫോർ SNP എന്ന് കാണുന്ന കുട്ടികളുടെ അറ്റൻഡൻസിൻ്റെ കോളം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ആ 5 കുട്ടികളെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ 5 കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് പല ടീച്ചേഴ്സിനും കുറേ ഡിജിറ്റുകൾ വ്യത്യാസമുണ്ടാവും. 5 ആവും, 10 ആവും, 20 കുട്ടികളാവും. അത് നിങ്ങളുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾ നിങ്ങൾ മാർക്ക് ചെയ്തതനുസരിച്ചായിരിക്കും. ഞാനിവിടെ ഉദാഹരണത്തിന് മാത്രമാണ് ഒരു 5 എന്നുള്ള ഡിജിറ്റ് കാണിക്കുന്നത്, കൃത്യമായി തിരിച്ചറിയുക. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതായത് മോർണിംഗ് സ്നാക്സും HCM സ്വീകരിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ 16 ദിവസമെങ്കിലും ഹാജർ നില ഉറപ്പാക്കണം എന്നുള്ളതാണ് പുതിയ ഗൈഡ് ലൈൻ പ്രകാരം. കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു മാസാവസാനത്തിലേക്ക് അടുക്കുന്ന സമയം നമ്മൾക്ക് എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് എത്ര ദിവസം കൊടുത്തു എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ THR HCM എന്ന് കാണുന്ന ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയം 3 to 6 എന്ന് കാണുന്ന ഈ കുട്ടികളുടെ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ 5 കുട്ടികളുടെ ഡീറ്റെയിൽ മാത്രമേ ഈ ഭാഗത്ത് കാണാൻ കഴിയുകയുള്ളൂ. അറ്റൻഡൻസിൽ 16 മുഴുവൻ കുട്ടികളുടെയും കണ്ടെങ്കിൽ, മോർണിംഗ് സ്നാക്സിലും ആ 16 കുട്ടികളുടെ വിവരങ്ങൾ കണ്ടെങ്കിൽ
HCM കൊടുക്കുന്ന ഭാഗത്ത് SNP വേണം അല്ലെങ്കിൽ HCM വേണം എന്ന് മാർക്ക് ചെയ്തവരുടെ മാത്രമേ പേര് വിവരങ്ങൾ വരികയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ടീച്ചർ മനസ്സിലാക്കണം, ഇന്ന് എത്ര ദിവസമാണ് അങ്കണവാടി നാളിതുവരെ ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ എത്ര പ്രവൃത്തി ദിനമാണ് ഇന്ന് വരെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ടീച്ചർ കൃത്യമായ ബോധ്യമുണ്ടാവും. ആ തീയതിക്കനുസരിച്ച് എത്ര കുട്ടികൾ എത്ര ദിവസം വന്നു എന്നുള്ളതും ടീച്ചർക്ക് ബോധ്യമുണ്ടാവും. അത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രകാരം HCM ഗിവൺ എന്ന് കാണുന്ന ഭാഗത്ത് ഏറ്റവും താഴെ നോക്കുക, HCM ഗിവൺ എന്ന് കാണുന്ന ഭാഗത്ത് 7 days എന്ന് കാണുന്നുണ്ട്. അപ്പോൾ 7 ദിവസം നാളിതുവരെ ആ കുട്ടി വന്നു എന്നുള്ളതാണ്. കൃത്യമായി 10 ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ആ കുട്ടി 7 ദിവസം ഇവിടെ വന്നു എന്നുള്ളതാണ് ആദ്യം കാണുന്ന കുട്ടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നോക്കുക, ആത്മിക അതേപോലെ 7 ദിവസം വന്നു. തൊട്ട് താഴെ നോക്കുക, ഉദ്വിത ആ കുട്ടി ആകെ 4 ദിവസം മാത്രമേ ഈ മാസത്തിൽ നാളിതുവരെ ഹാജർ നില രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളൊന്നും തന്നെ ഇപ്പോഴും 16 ദിവസത്തിലേക്ക് എടുത്തില്ല. ശരിക്കും 16 പ്രവൃത്തി ദിവസമായിട്ടില്ല. പക്ഷേ 16 പ്രവൃത്തി ദിനമായാലും പല കുട്ടികളും ആബ്സെൻ്റ് ആകുന്ന സമയത്ത് ആ ഒരു നമ്പറിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അവർക്ക് ഈ പറയുന്ന സേവനങ്ങൾ തുടർന്നുള്ള മാസങ്ങളിൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു ശരാശരി 21-22 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 16 ദിവസം എന്തായാലും നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ 16 ദിവസം ഈ പറയുന്ന കുട്ടികൾ ഹാജർ നില ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതായത് നിങ്ങൾ ഇന്ന് HCM മാർക്ക് ചെയ്ത കുട്ടികളെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം അങ്കണവാടിയിൽ എത്തുന്ന സമയം കഴിഞ്ഞ ദിവസത്തെ മാർക്കിംഗ് ഈ ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ ഇവിടെ അടുത്ത ദിവസം വരുമ്പോൾ 8 എന്നുള്ള രീതിയിലേക്ക് മാറും. 8 days എന്ന് കാണും നിങ്ങൾക്ക് ഇവിടെ HCM ഗിവൺ എന്ന് കാണുന്നത്. എന്നാൽ ഇനി തെറ്റ് പറ്റുന്ന ഭാഗങ്ങൾ കൂടി നിങ്ങൾ തിരിച്ചറിയുക. അതായത് ഈ ഭാഗത്താണ് നിങ്ങൾ സാധാരണ HCM മാർക്ക് ചെയ്യുക. ഇവിടെ ഡോട്ട് ബബിൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അന്നത്തെ HCM നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയും. എത്ര കുട്ടികളാണോ അന്ന് വന്നത് അത്ര കുട്ടികൾക്കാണോ HCM മാർക്ക് ചെയ്തത് ആ HCM എല്ലാം ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ വരുന്ന സമയം നിങ്ങൾക്കൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. HCM ടൈപ്പ് എന്ന് ചോദിക്കുന്ന അവിടെ കൃത്യമായി സെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അവിടെ എന്ത് ചെയ്യണം, 2 രീതിയിലുള്ള ഓപ്ഷൻ വരും. അവിടെ കുക്ക്ഡ് മീൽ എന്ന് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം. കുക്ക്ഡ് മീൽ മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കണം. ഇത്തരത്തിൽ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പോർഷൻ ട്രാക്കറിലേക്ക് സേവ് ആവുകയുള്ളൂ. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഈ സേവ് ആയ വിവരങ്ങളൊക്കെ തന്നെ പോർഷൻ ട്രാക്കറിലെ സെർവറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റീഫ്രഷ് ബട്ടൺ നിങ്ങൾ 2 പ്രാവശ്യം 2-3 പ്രാവശ്യം നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് റൗണ്ട് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പലപ്പോഴും സെർവറിലേക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സംവിധാനം സ്ലോ ആണെങ്കിൽ കയറി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തനം നാളേക്ക് കയറി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ സംശയങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് HCM രേഖപ്പെടുത്തിയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഇപ്പോഴും അവിടെ 0 എന്ന് തന്നെയാണ് കാണുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് 0 ആണ് കാണുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഇൻ്റർനെറ്റ് സംവിധാനം വളരെ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം സെർവറിലേക്ക് പോയിട്ടുണ്ടാവില്ല. അതിനാണ് ഈ കാണുന്ന ഭാഗം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിക്ക് ചെയ്ത് റീഫ്രഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഓരോ തവണ HCM മാർക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്താലും അന്നത്തെ ദിവസം ഈ റീഫ്രഷ് ബട്ടൺ 2-3 തവണ ഉപയോഗപ്പെടുത്തണം. ലോഗൗട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നുകൂടി ശ്രദ്ധിക്കുക. ഈ ക്ലൗഡ് ബട്ടണിൽ 0 എന്ന് കാണുന്ന അവിടെ 1 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാഗം ശ്രദ്ധിച്ച് അവിടെ നിങ്ങളുടെ കൈയെത്തണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ പെൻഡിങ് ടു സേവ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് കറങ്ങി അവസാനിക്കുമ്പോൾ ആ റെഡ് മാർക്ക് പോകും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ എത്ര ചെയ്തിട്ടും 0 എന്ന് തന്നെയാണ് കാണുന്നത്, സേവ് ആവുന്നില്ല എന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇനി THR എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ HCM പേജിൽ തന്നെ ഒരു ഗുണഭോക്താവിന് 2 രീതിയിലാണ് നമ്മൾ SNP കൊടുക്കുക. ഒന്ന് HCM-ഉം 2 THR-ഉം. ഇതിൽ നമുക്ക് മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഹോട്ട് കുക്ക്ഡ് മീൽ അഥവാ HCM ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ബബിളിംഗ് മാത്രം അവിടെ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ അതിന് നേരെ കാണുന്ന THR എന്ന ആരോ മാർക്കിൽ ഒരിക്കലും തന്നെ തെറ്റിക്കൊടുക്കരുത് എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പല ടീച്ചേഴ്സും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ കൈ തെറ്റി, കണ്ണ് തെറ്റി, കാല് തെറ്റി എന്നൊക്കെ പറഞ്ഞ് അറിയാതെ THR ആരോ മാർക്ക് കൊടുത്ത് 25 ദിവസം സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നത് വരെ ഒരു മടിയുമില്ലാതെ പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കുട്ടിക്ക് തുടർന്നുള്ള 3 മാസങ്ങളിൽ THR HCM കിട്ടില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇത്തരത്തിൽ THR കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ എന്തായിരിക്കും, പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ മൈൻഡിൽ 25 ദിവസം എന്നുള്ളത് തന്നെയാണ് THR വരുന്നത്. പെട്ടെന്ന് തന്നെ 25 ദിവസം എന്നുള്ളത് മാർക്ക് ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ കോട്ട തന്നെ, ആ മാസത്തെ കോട്ട തന്നെ പൂർണ്ണമാവും എന്നുള്ളതാണ്. അതായത് പരമാവധി പോർഷൻ ട്രാക്കറിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗുണഭോക്താവിന് 30 ദിവസത്തെ സേവനം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, 5 ദിവസം നമ്മൾ ഓൾറെഡി
കുട്ടി HCM നല്ല രീതിയിൽ ടീച്ചർ മാർക്ക് ചെയ്തു, കുഴപ്പമില്ല. എന്നാൽ 6ാമത്തെ ദിവസം അറിയാതെ THR എന്നുള്ള ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് 25 ദിവസം എന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്തു അവസാനിച്ചപ്പോൾ എന്തായി, അവിടെ ആ കുട്ടിയുടെ കോട്ട തന്നെ, അതായത് SNP കൊടുക്കേണ്ട HCM കൊടുക്കേണ്ട കോട്ട അവസാനിച്ചു അല്ലെങ്കിൽ അടഞ്ഞു. ഇനി ടീച്ചർക്ക് തുടർന്ന് അടുത്ത ദിവസം, അതായത് 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസം കുട്ടി അങ്കണവാടിയിലേക്ക് വരുമ്പോൾ HCM കൊടുക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി ആ കുട്ടിക്ക് SNP കൊടുത്തതായിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ലിമിറ്റ് റീച്ച്ഡ് എന്ന് ഒരു പച്ച നിറം വരും. ലിമിറ്റ് റീച്ച്ഡ് എന്ന പച്ച നിറം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇനി ആ കുട്ടിക്ക് അവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും അവിടെ ഉണ്ടാവില്ല. കാരണം ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഓൾറെഡി THR 25 ദിവസം കൊടുത്തു, HCM നാളെ ദൂരം 5 ദിവസം കൊടുത്തു, അങ്ങനെ ടോട്ടൽ 30 ദിവസം കൊടുത്തത് കൊണ്ട് തന്നെ ലിമിറ്റ് റീച്ച്ഡ് എന്ന് വന്നു. ഈ ഒരു സാഹചര്യം വരുന്ന സമയത്തും ഇനി വരുന്ന, അതായത് ജൂലൈ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന ക്വാർട്ടർ ഏതാണ്, ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് നമ്മൾ ഈ മാസം വരുത്തേണ്ടത്. ഈ മാസത്തിൽ ഇത്തരത്തിൽ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ 3 മാസങ്ങളിലും ഈ പറയുന്ന ഗുണഭോക്താക്കൾക്ക് ഒരിക്കലും തന്നെ ഇനി HCM കൊടുക്കാൻ കഴിയില്ല. ഓൾറെഡി ഇങ്ങനെ തെറ്റായ രീതിയിലേക്ക് മാർക്കിംഗ് വന്നു കഴിഞ്ഞു. അപ്പോൾ 16 ദിവസത്തെ കൃത്യമായിട്ടുള്ള കുട്ടികളുടെ രേഖപ്പെടുത്തലുകളെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 21 ദിവസം പ്രവൃത്തി ദിനമുണ്ടെങ്കിലും അത്രയും ദിവസം കൃത്യമായി രേഖപ്പെടുത്തണമെന്നുള്ളതാണ്. എന്നാൽ THR അല്ലെങ്കിൽ HCMന് യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ, തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 16 ദിവസത്തെ ഹാജർ നിലയെങ്കിലും തെറ്റുകൂടാതെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇത്തരത്തിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഈ ഭാഗത്താണ്. അതായത് THR HCM കൊടുക്കുന്ന ഭാഗത്ത് പകരം THR എന്നറിയാതെ കൊടുത്ത് 25 ദിവസം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 25 ദിവസത്തെ കോട്ട പോയി. അഥവാ 7 ദിവസം കൊടുത്താലും 15 ദിവസം കൊടുത്താലും നിങ്ങൾക്ക് ഈ പറയുന്ന 16ലേക്ക് എത്തിപ്പെടാൻ ഒരിക്കലും കഴിയില്ല. 15 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറുടെ പെൻഡിങ് മൊത്തം പോയി, അവിടെ ഇനി ബാലൻസ് ഒന്നും കൊടുക്കാനില്ലാത്ത ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി, തെറ്റുകൂടാതെ പുതിയ ഗൈഡ് ലൈൻ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും നമ്മൾ പോഷകഭാഷ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ സർവീസുകൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് യഥാസമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലെല്ലാം ഉപരി കൃത്യമായി പോഷൻ ട്രാക്കർ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിലൂടെ എങ്ങനെ സേവനങ്ങൾ വിതരണം ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിനാണ്. അപ്പോൾ നാളിതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അംഗൻവാടി പ്രവർത്തനങ്ങൾ മുഴുവൻ യഥാസമയം കൃത്യമായി ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ നാളിതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ടീച്ചേഴ്സ് ഒന്ന് കൂടെ കൂടുക. താങ്ക്